കടുത്ത ആഭ്യന്തര അസ്ഥിരതകളിലൂടെയാണ് ഇറാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ കേവലം യാദൃശ്ചികമല്ലെന്നാണ് പുതിയ നിരീക്ഷണങ്ങൾ പറയുന്നത്. ടെഹ്റാനിലെ ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നു, വായു മലിനീകരണം രൂക്ഷമാകുന്നു, ജനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി തെരുവിലിറങ്ങുന്നു. പതിറ്റാണ്ടുകളായി ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പണം നൽകിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിന് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നത് ഭരണകൂടത്തിന്റെ തകർച്ചയുടെ സൂചനയാണ്. 2022 മഹ്സ അമിനി എന്ന 22-കാരിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തെക്കാൾ കരുത്താർന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനിൽ പുതിയ വിപ്ലവം പടരുന്നത്. തങ്ങളുടെ ആയുസ് മുഴുവൻ ഗാസയ്ക്കും ലെബനനുമായി ചിലവഴിക്കുന്ന ഭരണകൂടത്തിന് സ്വന്തം ജനതയുടെ പട്ടിണി മാറ്റുവാൻ കഴിയുന്നില്ല എന്ന രോക്ഷമാണ് ജനങ്ങളെ നയിക്കുന്നത്. ഗാസയോ ലെബനനോ അല്ല, എന്റെ ജീവിതം ഇറാനു വേണ്ടിയാണെന്ന മുദ്രാവാക്യം ഇറാനിലെ തെരുവുകളിൽ അലയടിക്കുകയാണ്. രാജ്യത്തെ പകുതിയോളം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. തൊഴിലില്ലായ്മയും കുടിവെള്ളമില്ലായ്മയും ഊർജ്ജക്ഷാമവും ജനജീവിതം അസാധ്യമാക്കിയിരിക്കുന്നു. ഭരണകൂടം സന്ധി സംഭാഷണങ്ങൾക്ക് തയ്യാറാണെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും തങ്ങളെ അടിച്ചമർത്തുന്ന ഈ വ്യവസ്ഥിതി പൂർണ്ണമായും തകരുന്നതുവരെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ക്രൗൺ പ്രിൻസ് റസ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ വിഭാഗവും അന്താരാഷ്ട്ര ഏജൻസികളും പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇറാനിലെ ഈ വിപ്ലവം ജയിച്ചാൽ അത് മധ്യേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായം നിലയ്ക്കുവാനും ഇസ്രായേലിന് നേരെയുള്ള ആണവായുധ ഭീഷണി അവസാനിക്കുവാനും ഇത് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.